ഇന്ന് നമ്മുടെ ബിഗ് ബോസ് നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, രാവിലത്തെ സംഭവം തന്നെ. രാവിലെ ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുത്തിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നെവിനെ ഞാൻ വളരെ ദേഷ്യത്തോടുകൂടിയാണ് കേട്ടോ, നമ്മുടെ ആരെയും കയ്യേറ്റം ചെയ്യാനുള്ള അധികാരം നമ്മുടെ ആർക്കും തന്നിട്ടില്ല, ഒരു പ്രത്യേക അധികാരവും തന്നിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവർ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. ഇത് ലാസ്റ്റ് വാണിങ്ങിന് ഇനി ഒരു വാണിംഗ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് കൊടുത്ത വാണിംഗ് ഏതാണെന്ന് അറിയത്തില്ല. കിടന്നുറങ്ങരുതെന്ന് പറഞ്ഞ കോഴി കോവിയോ വാണിംഗ് ആണോ എന്ന് അറിയില്ല. അതല്ലാണ്ട് വേറൊരു വാണിംഗ് നെവിന് കൊടുത്തായിട്ട് ആരും കണ്ടിട്ടില്ല. കാരണം ആരുടെ കാര്യത്തിലാണെങ്കിൽ ഇതിനു മുമ്പ് അനുമോളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് അനുമോളെ ചെയ്തപ്പോൾ അനുമോള് പരാതിയും പറഞ്ഞിട്ടില്ല. കാരണം അനുമോൾക്കൊന്നും ഇത് ഇത്രയും കൂടുതലായിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് ചെസ്റ്റ് പെയിൻ വന്ന് ഷാനവാസ് കഴിഞ്ഞു വീണതോടുകൂടിയാണ്. അതുപോലും എന്നിട്ട് പോലും ഇവർ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ആക്ടിംഗ് ആണെന്ന് പറഞ്ഞ് 3 പേരുടെ അതിനെ പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയായിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം സംഭവിച്ചൊരു സീരിയസ് ആണെന്ന്. അതോടുകൂടി ഷോനവാസ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ നെവിൻ്റെ ഷോയൊക്കെ അങ്ങ് അവസാനിച്ചു. പെട്ടെന്ന് അങ്ങ് ഭയങ്കര പശ്ചാത്തലമായി മുഖമൊക്കെ അങ്ങ് മാറി എല്ലാം ഇങ്ങനെ ക്ഷമിച്ച് ഇരിക്കുകയാണ്. എന്താ പറയുക, എൻ്റെ ഒച്ചയില്ല, അനക്കമില്ല, ബഹളമില്ല. അപ്പോൾ അവർ പറയുകയാണ് ഇതിൻ്റെ ആ പരിണിത ഫലമായി ചിലപ്പോൾ താങ്കൾ ഈ വീടിന് പുറത്തേക്ക് പോകേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം തിരിച്ചു വരുന്ന ആളിൽ വലിയൊരു ഇതൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ആര്യൻ്റെ അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ കൈ അവൻ്റെ നെഞ്ചത്ത് ഇടിച്ചിരുന്നു. 24 മണിക്കൂർ അന്നേരം പറയുന്നത് 24 മണിക്കൂർ ഈ ഷോയിൽ നിന്ന് ഒരാൾ വിട്ടു നിന്നാൽ പിന്നെ അയാൾക്ക് ഈ വീട്ടിൽ തിരിച്ച് കയറാൻ സാധ്യത. അതിന് അവൻ പുറത്തു പോകും. അപ്പോൾ ചിലപ്പം കൂടെ ഞാനും പോകേണ്ടി വരും. എന്നാൽ ഒരുത്തിനെ പുറത്താക്കിയിട്ടാണല്ലോ ഞാൻ പോകുന്നതെന്ന് എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഒരു സംഭവം വിട്ട് 80 ദിവസം അവർ ഒരുമിച്ചായിരുന്നു എന്ന് ഓർക്കണം. അപ്പോൾ അവർക്ക് ഒരു അപകടം പറ്റി അയാളുടെ അവസ്ഥ എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചെസ്റ്റ് പെയിൻ വന്നാണ് എന്ത് സംഭവിക്കാം. അങ്ങനെയൊന്നുമല്ല. ഞാൻ അയാളെ പുറത്താക്കില്ല. ഇടിച്ചിട്ടാണെങ്കിലും അടിച്ചിട്ടാണെങ്കിലും തൊഴിച്ചിട്ടാണെങ്കിലും ഷാനവാസിന് എന്ത് പറ്റിയാലും എന്താ, അവൻ ഈ വീടിന് പുറത്ത് പോയില്ലേ. അതാണ് ആളുടെ ഒരു ഇത്. അന്ന് അക്ബറോ ആരെയും അത് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നില്ല. അവരതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡോടുകൂടെയാണ് ഇപ്പോഴും. അതായത് ഇത്രയും അഹങ്കാരം വിളിച്ച് വെകിളി പിടിച്ചൊരു ചെറുക്കനെ വേറെ എങ്ങും കണ്ടിട്ടില്ല. റിയാസൊക്കെ ഇത് വെച്ച് നോക്കി എന്ത് ഭേദമായിരുന്നു. റിയാസ് സംസാരിക്കാണ്ട് പ്രൊവോക്കിംഗ് ഗെയിം മാത്രമാണ് കളിച്ചിരുന്നത്. റോബിനോട് ചെയ്തതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ആളൊരു മാന്യത കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രൊവോക്കിംഗ് ഗെയിം കഴിഞ്ഞു, പ്രൊവോക്ക് ചെയ്തു, ഓക്കെ. പക്ഷെ അത് ആൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം വരുമ്പോൾ അതിനെ അങ്ങനെയൊന്നും എടുത്തിട്ട് ചെയ്യുന്ന കണ്ടില്ല. പക്ഷേ ഈ ചെറുക്കം വെറും ആൾക്ക് ചെറുക്കനെ പണ്ട് എനിക്ക്, കാരണം നെവിൻ ഇപ്പോൾ പണ്ട് പറഞ്ഞ പോലെ എനിക്ക് ഉള്ള ഒരു കാര്യം അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തല്ലോ, എനിക്ക് ജന്മന ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ട ജന്മന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ടീച്ചർക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ സ്വഭാവം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനും തോന്നുന്നില്ല. പുറത്ത്